കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളാണ് ഒന്ന് SNDP, NSSഉം. പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തോട് അടുത്തിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും. ആ ലെവലിലേക്ക് ആ പ്രസ്ഥാനങ്ങൾ മാറി എന്നുള്ളതാണ്. ആ മത സംവിധാനങ്ങൾ മാറി ഈ പറയുന്ന. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു 70% വരുന്ന ഈ പറയുന്ന രണ്ട് സംഘടന കൂടുമ്പോൾ കേരളത്തിൽ 70% വരുന്ന ഹിന്ദു സംഘടന ഏകദേശം ഒരു 35-40% വരും അത്. കാരണം മൊത്തം നോക്കുകയാണെങ്കിൽ അത്രയും അധികം സംവിധാനം ആരോടാണ്? ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു വലിയ മാറ്റമാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ടേ കാര്യമില്ല. ഇതിനെ എന്താണ് ഇത് അടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ശ്രമം പ്രതിപക്ഷത്തിന് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്തകൾ എന്താണ്? NSSുമായി സഹകരിക്കാൻ വേണ്ടി വാതിൽ തുറന്നിട്ടു എന്നുള്ളതാണ്. വാതിൽ തുറന്നിടുന്ന ആളുടെ പേരെന്താ അറിയോ? സുകുമാരൻ നായർ എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്. ഇവിടെ എന്ത് വാതിൽ തുറന്നിട്ടെന്താ കാര്യം? അവരോട് എങ്ങനെ അടുക്കാൻ പറ്റും എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അത് നടക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലൈസൻ ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, KM മാണിനെ പോലെ NSSുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ച നേതാവ്, ഉമ്മൻചാണ്ടിനെ പോലെ NSSുമായി ഏറ്റവും ബന്ധം സൂക്ഷിച്ച നേതാക്കന്മാർ, ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ലൈസനിങ് വർക്കില്ലാതായി. ഇവരായിരുന്നു ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ലൈസൻസ് വർക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാം, ലീഗുമായിട്ട് ഏറ്റവും കൂടുതൽ സംവിധാനം പ്രവർത്തിക്കേണ്ട എന്താണ്? ഉമ്മൻചാണ്ടിയും KM മാണിയും കുഞ്ഞാലിക്കുട്ടിയാണ്. അവരൊരു കോക്കസായി നിന്ന് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോയി. അങ്ങനെ ഒരു സംവിധാനം ഇന്ന് UDFിലില്ല. ആ